കലാസ്നേഹികളെ, നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാഭിവാദ്യം. അടുപ്പിലെ കലത്തിൽ വേവുന്നതിനൊക്കെയും പെണ്ണിന്റെ ഗന്ധമുണ്ട്, അവളുടെ വിയർപ്പിന്റെ ഉപ്പുണ്ട്. അടുപ്പിലെ പുകയോടൊപ്പം അവൾ സ്വപ്നം കാണുന്നുണ്ട്, സമത്വ സുന്ദരമായ ഒരു ലോകം. കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് കുടുംബശ്രീ വാർഷികം ഗ്രാമോത്സവത്തോടനുബന്ധിച്ച് ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം അടുപ്പ്. നാടകരചന ആംസിസ് മുഹമ്മദ്, ശബ്ദ നിയന്ത്രണം സജിത് കുരിക്കത്തൂർ, ശബ്ദലേഖനം പരസ്യകല രാജീവ് കൗതുകം, ചമയം സുരേഷ് കുന്നമംഗലം, രംഗത്ത് ഗഗന ജിതേഷ്, മാളവിക TS, സരോജിനി ചാത്തുക്കുട്ടി, ഉഷ സുധാകരൻ, ലിനി ഉണ്ണികൃഷ്ണൻ, വിനോദിനി ശശീന്ദ്രൻ, സുഭാഷിണി ചന്ദ്രൻ, ശൈലജ ബാബു, രജി ജിതേഷ്, മിനി വിജയൻ. നാടക സംവിധാനം ജനാർദ്ദനൻ ചെത്തുകളവ്. അടുപ്പ്. അമ്മമ്മേ, അമ്മമ്മേ, എന്താ ഒരു ആലോചന? അമ്മമ്മേ, എന്താ ഒരു കരിഞ്ഞ മണം? അയ്യോ, ഇറച്ചിക്കറി അടുപ്പത്തുള്ള കാര്യം ഞാനങ്ങ് മറന്നുട്ടോ. ഈ അമ്മമ്മേന്റെ ഒരു കാര്യം ഞാനന്ന് തൊട്ടപ്പോ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. പഴയതോരോന്ന് ആലോചിച്ച് കുത്തിരുന്നു. ഇതിന്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. പക്ഷേങ്കിൽ ഇത് കരിഞ്ഞോട്ടൊന്നുമില്ലടി. വാ, അടിപൊളി! എന്തൊരു മണം! ഇറച്ചിക്കറി ഉണ്ടാക്കാൻ അമ്മമ്മയ്ക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയാ. ഇതിനാണ് അമ്മമ്മേ കൈപുണ്യം കൈപുണ്യം എന്ന് പറയാ. ഒന്ന് പോടി, ഇതൊക്കെ എന്തിറച്ചി? അങ്ങാടിന്ന് വില കൊടുത്തു വാങ്ങുന്ന വെറും ചവറ്. തിന്നാണെങ്കിൽ വേട്ടയിറച്ചി തിന്നണം. വേട്ടയിറച്ചിയോ? അതേടി, നിന്റെ അമ്മച്ചൻ നല്ലൊരു വേട്ടക്കാരനായിരുന്നു. തോക്കുമെടുത്ത് ഒരു പോക്കുണ്ട് കാട്ടിലേക്ക്. പിന്നെ തിരിച്ചു വരുന്നത് ഏതെങ്കിലും ഒരു മൃഗത്തിനെയും കൊണ്ടാവും. വല്ല മുയലോ മാനോ കാട്ടുപന്നിയോ അങ്ങനെ എന്തെങ്കിലും. എന്നിട്ട് അതിനെ തൊലി പൊളിച്ച് വെട്ടി നുറുക്കി. അമ്മമ്മേ, അതേടി, അതൊക്കെ പണ്ട്. ഇന്ന് വേട്ടയാടി പിടിച്ചാലേ അകത്ത് കിടക്കേണ്ടി വരും. നിയമങ്ങൾ അങ്ങനെ പലതുമുണ്ട്. എന്നാലും നായാട്ട് ഇവിടെ നടക്കുന്നുണ്ട്. വേട്ടമൃഗങ്ങളുടെ ഇളമാംസം പല അടുപ്പുകളിലും വേവുന്നുമുണ്ട്. ഈ ഒരു കാര്യം ചെയ്യുമെണ്ണേ, അതിന്ന് കുറച്ചെടുത്ത് ആമിനാന്റെ പരയിൽ കൊണ്ടുപോയി കൊടുക്കും. അത് പറഞ്ഞപ്പോഴാ ആമിനത്താത്തന്റെ ബിരിയാണിന്റെ സ്വാദ്. അതോർക്കുമ്പോ തന്നെ വയറ് വെള്ളൂറ. എന്നും പെരുന്നാളായിരുന്നെങ്കിൽ എന്ത് സുഖായിരുന്നു. ചിക്ക് ഇന്നാരം പറയാതെ കൊണ്ടുപോയി കൊടുക്കു പെണ്ണേ. ബഷീറിന് നിന്റെ ഇറച്ചിക്കറി വലിയ ഇഷ്ടമാണ്. അമ്മമ്മേ, ഞാൻ പോണേ. ആ, പിന്നെ വേഗം വന്നേക്കണം കേട്ടോ. ആമിനയും ഞങ്ങളും രണ്ട് മതക്കാരാണെങ്കിലും ഒറ്റ കുടുംബം പോലെയാ. പണ്ട് ഈ മലമുകളിൽ വന്നപ്പോ സഹായത്തിനുണ്ടായിരുന്നത് ആമിനയുടെ കുടുംബവും അന്നാമ്മയുടെ കുടുംബവും ഒക്കെ ആയിരുന്നു. പിന്നെ ഓണവും പെരുന്നാളും ക്രിസ്തുമസും ഒക്കെ അവരുടേതാണോ ഞങ്ങളുടേതാണോ എന്ന് നോക്കാതെ എല്ലാവരും കൂടി അങ്ങ് ആഘോഷിക്കും. അല്ല, അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആരുടെ അടുപ്പിൽ എന്ത് വന്നാലും അതെല്ലാരും കൂടെ അങ്ങ് കഴിക്കും. നിർത്തുക, ഇന്നത്തോടെ നിർത്തുക. ഒരു അരമണിക്കൂർ വൈകിയതിനാ ആ മാനേജറുടെ വായിൽ കിടക്കുന്നത് മുഴുവൻ ഞാൻ ഇന്ന് കേട്ടത്. ആ രാധേ, എന്താ രാധേ, എന്താ നീ ഇന്ന് പണിക്ക് പോയില്ലേ? പോയ തിരിച്ചും വന്നു. സമയത്തിന് ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. അതിനെന്താ രാധേ,
കുറച്ച് നേരത്തെ പോയാ പോരെ? അമ്മേട്ടെ, നിങ്ങൾ എന്താ അറിഞ്ഞിട്ടാ പറയുന്നത്? നമ്മളെ പെണ്ണുങ്ങൾക്ക് നേരത്തിന് കെട്ടി ഒരുങ്ങി ഇറങ്ങാൻ പറ്റുമോ? അടുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടിട്ട് വേണ്ടേ പണിക്ക് പോകാൻ? ഇനി ഏതായാലും അങ്ങോട്ട് പോണ്ട. ദാ, നീ വിട്ടിത്തം പറയാതിരിക്കും. ഇന്നത്തെ കാലത്ത് കിട്ടിയ പണി ഉപേക്ഷിക്കുക. നാളെ നേരത്തെ പോയി ആ മാനേജറോട് കാര്യം പറയും. നീ ഒരു പെണ്ണ, അങ്ങോട്ട് ക്ഷമിച്ചു കളയും. അതെ, ഞാനൊരു പെണ്ണ, ഭാര്യയാണ്, അമ്മയാണ്. വൈകുന്നേരം വരെ തുണിക്കടയില് ഒന്ന് മൂത്രം വയ്ക്കാൻ പോലും കഴിയാതെ പകലിനെ നിന്ന് തീർക്കേണ്ട പെണ്ണ്. എല്ലാ വിനോദങ്ങളും ജീവിതത്തിന്റെ പടിക്കപ്പുറം നിർത്തേണ്ട പെണ്ണ്. ആവർത്തിക്കപ്പെടുന്ന യന്ത്രജീവിതം കൊണ്ട് കാലം തീർക്കേണ്ട ഒരുത്തി, വെറും പെണ്ണൊരുത്തി. രാധേ, നീ എന്തൊക്കെയായി കുടുങ്ങുന്നത്? അതെ, പെണ്ണിന്റെ പറച്ചില് വെറും പുലമ്പലാണ്, പുലമ്പൽ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേ ബാക്കിയുള്ളവന്റെ 2 ചെരുപ്പാ തേഞ്ഞു തരുന്നത്. അത് നല്ല കഥ. തേഞ്ഞു പോകുമ്പോ രണ്ടും ഒന്നിച്ച് തേയുന്നതല്ലേ കല്യാണി നല്ലത്. ഓ, ഒരു തമാശ. തമാശ പറഞ്ഞ് കല്യാണം ചിരിപ്പിക്കാൻ നോക്കണ്ട. കല്യാണി ചിരിക്കൂല, കല്യാണത്തിന് സീരിയസാ. എന്നാ പിന്നെ സീരിയസ് ആയിട്ട് തന്നെ പറ കല്യാണി. ഈ കഴിഞ്ഞ ആഴ്ച 200 റുപ്യ വാങ്ങി പോയതല്ലേ, എന്തായി കാര്യം? നടക്കൂലേ? നിങ്ങളെ പെണ്ണിന്റെ കല്യാണം അച്ചക്കനായിട്ട് നടക്കൂല. അല്ല കല്യാണി, അതിനൊരു കാരണം ഉണ്ടാവൂലേ? ഉണ്ടല്ലോ, കാരണമുണ്ടല്ലോ. എന്താ പെണ്ണിന്റെ പേര്? നജുമ. താന്റെ പേരാ? ആ, അതെ, ഇപ്പൊ നന്നായത്. എന്റെ കൊച്ചുമോളുടെ. ഓ, നല്ല പേര്. ഇതാരാണ് ഈ പേരിട്ടത്? ആമിനാന്റെ കെട്ടിയോൻ അബ്ദുള്ളാക്കട്ട പേരാ. എന്റെ കൊച്ചുമോൾ നജുമ ജനിക്കുന്നതിന് 6 മാസം മുമ്പ് ആമിനാക്ക് ഒരു കുട്ടി ജനിച്ചു. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി. അതിന് അബ്ദുള്ളാക്കട്ട പേര് നജുമ എന്നായിരുന്നു. പക്ഷേ അതിന് 3 മാസം ആയുസുണ്ടായിരുന്നുള്ളൂ. എന്റെ കൊച്ചുമോള് ജനിച്ചപ്പോ അബ്ദുള്ളാക്ക അതിനെ നജുമാന്ന് വിളിച്ചു. മരിച്ചുപോയി സ്വന്തം മോളോട് ഓർമ്മയ്ക്ക്. എന്നാ പിന്നെ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും കരുതി. അതാ അപ്പൊ കുഴപ്പമായത്. ഇതൊരു മുസ്ലിമിന്റെ പേരല്ലേന്ന്? മുസ്ലിമിന്റെ പേരിലെ പെൺകുട്ടിനെ കല്യാണം കഴിക്കാനേ ആ ചെക്കൻ സമ്മതല്ലാന്ന്. എന്റെ ചെരുപ്പ് തേരുന്നതിലാവോ, അല്ലാണ്ട് എന്താ? അല്ല കല്യാണി, പേരിലുണ്ടോ ജാതി മതമൊക്കെ? ഉണ്ടല്ലോ. ഇപ്പൊ എന്തിനാണ് മതല്ലാത്തത്? പേരിലെ, വസ്ത്രത്തിലെ, കഴിക്കുന്ന ഭക്ഷണത്തിലെ, കൂട്ടുകൂടുന്നതിലെ എല്ലാത്തിലും ഉണ്ടെന്ന് ഈ മതം. ഓന് ഭ്രാന്താ കല്യാണി. ഓന് മാത്രല്ല, ഓന്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഭ്രാന്ത. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുമോ? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? എന്റെ ലോകം എന്ന് പറയുന്നത് ഈ ഗ്രാമം, മയിലാടുന്ന ഗ്രാമം. ഈ കല്യാണം നടക്കണമെങ്കിലേ നിങ്ങളെ പെണ്ണിന്റെ പേരങ്ങ് മാറ്റിക്കോളി. പിന്നെ ആമിനാന്റെ വീട്ടുകാരായിട്ടുണ്ട് ആ ഇടപാട് അങ്ങ് വേണ്ടാന്ന് വെച്ചോളി. കല്യാണി, എന്റെ കൊച്ചുമോൾക്ക് ഭ്രാന്തില്ലാത്തൊരു ചെക്കനെ ഭ്രാന്തില്ലാത്ത ഈ നാട്ടിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനും ആമിനയും അന്നാമ്മയൊക്കെ ചേർന്ന് തിരുവാതിരയും ഒപ്പനയും മാർഗംകളിയും ഒക്കെ ആയിട്ട് എന്റെ നജുമാന്റെ കല്യാണം കേരളമായി തന്നെ നടത്തുകയും ചെയ്യും. ശിവനം നിറയും
പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ ശിവനം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ ദേവഹിതം ദേവിമുഖം തെളിയും വെൺചന്ദ്രൻ പോൽ ആതിരയായി പാടിവരൂ രാവിൽ നീ വാമൊഴി നിന്നീ പൂക്കുട ചാർത്തി ആടിടാം സഖിമാരെ വാമൊഴി നിന്നീ പൂക്കുട ചാർത്തി ആടിടാം സഖിമാരെ മരമൊടു കല്ലുകൾ കനകം തെല്ലി മനവേലും പഠിച്ചെമ്പുമിരുമ്പും മറ്റും പാലാവക വീണ്ടും പടികൾ മണിമയുടരുമകളെല്ലാം ചെയ്യും അമ്മമ്മേ, ഈ ഇറച്ചിക്കറി ഓർക്ക് വേണ്ടാന്ന്. വേണ്ടെന്നോ? അതെന്തായിട്ട്? ഇനി ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഒന്നും കൊണ്ടുവരണ്ടാന്ന് ബഷീർക്ക് പറഞ്ഞത്രേ. ബഷീർ അങ്ങനെ പറഞ്ഞു? ഓവൻ അന്ന് കളിപ്പിക്കാൻ പറഞ്ഞതായിരിക്കും പെണ്ണെ. അതും കേട്ട് ഇത് അവിടെ വെക്കാണ്ട് നീ ഇങ്ങ് പോന്നോ? ഇങ്ങോട്ടാ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. അല്ല, ബഷീർക്ക് കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ഇപ്പോഴെങ്ങനെയുണ്ട് ഈ മയിലാടും കുന്നിലേക്ക് കയറി വരൂലെന്ന് നിങ്ങൾ പറഞ്ഞ പ്രാന്ത് ഇങ്ങോട്ട് കയറി വരുന്നതിന്റെ ലക്ഷണാത്. ഇനി തുള്ളിക്കോളി, എല്ലാരും വാളെടുത്ത് ഉറഞ്ഞു തുള്ളിക്കോളി. നിർത്ത് കല്യാണിയെ, നിർത്ത്. ഈ ഒരു നാട്ടുകാരെ കൊണ്ട് തുള്ളിക്കാൻ നടക്കണ്ട. ഈ കണ്ടോ ആമിന വരുന്നത്? ഓളും ബഷീറും ഞങ്ങളെ കളിപ്പിക്കാൻ അങ്ങനെ പലതും പറയും. അതൊക്കെ ഒരു തമാശ. ഞാൻ ഉണ്ടാക്കിയ ഇറച്ചിക്കറി ഓള് കൂട്ടുകയും ചെയ്യും, ഓളുണ്ടാക്കിയ പത്തിരിയും ബിരിയാണിയൊക്കെ ഞങ്ങൾ തിന്നുകയും ചെയ്യും. ആമിത്താത്ത, എന്നാലും ഞാൻ കൊണ്ടുവന്ന ഇറച്ചിക്കറി നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന ബിരിയാണി ഞാൻ തിന്നൂല. തിന്നരുത്, തിന്നരുത് മോളെ, തിന്നരുത്. എന്റെ പേര് നെജുമായി പോയതോട്ടാ ഒരു കല്യാണം മുടങ്ങിയത്. ഇനിയിപ്പോ ഇവരുണ്ടാക്കിയ ബിരിയാണി തിന്നും പറഞ്ഞ് അടുത്തൊന്നും മുടങ്ങണ്ട. മൂത്ത് നിറച്ചു കണക്കായി പോയി. അതിന് ഇങ്ങൊക്കെ ചെയ്തൊന്നുമില്ലല്ലോ. ഈ മൂത്താന്ന് വെച്ചാലും എനിക്കെന്താ? ഈ ഷീട്ടുകളി പോലെയാ കല്യാണം. ജാതിക്ക് ജാതി വെച്ച് വെട്ടണം, എന്നാലേ വല്ലതും തടയൂ. എന്തിനാ അവനാ കരയുന്നേ? ആൺകുട്ടി, നിങ്ങൾ നമ്മളോട് പൊക്കണം. ആൺകുട്ടിയുടെ വാസിക്ക് മുന്നിൽ ഒറ്റ കൊടുക്കാനല്ല അമ്മക്കുട്ടി നമ്മള് പെണ്ണുങ്ങൾക്ക് കഴിയും. എന്താ അവനാ പറഞ്ഞത്? അപ്പോ ബഷീർ ആമിന നിന്റെ അടുപ്പാണോ എന്റെ അടുപ്പാണോ നോക്കാതെ ഉള്ളതെടുത്ത് കഴിക്കുന്നവരല്ലേ നമ്മള്? എന്നിട്ടിപ്പോ എന്താ ആമിന ഇങ്ങനെ? ഞമ്മക്കൊന്നും അറിഞ്ഞൂടാ അമ്മക്കുട്ടി, ഞമ്മക്കൊന്നും അറിഞ്ഞൂടാ. ഇപ്പൊ ഒക്കെ തീരുമാനിക്കുന്നത് ഓരാ പുരുഷന്മാര്. നമ്മളെ മനസ്സിൽ പോലും തോന്നാത്ത കാര്യങ്ങളല്ലേ ആമിന ഇത്? എന്താ ഇപ്പൊ ഇങ്ങനെ? നമ്മള് പെട്ടിട്ട് ആൺകുട്ടിയാണ്. എങ്ങനെ ആമിന ഇങ്ങനെ ആയിപ്പോയേ? അടുപ്പിലെ കലത്തിൽ വേവുന്ന ഇറച്ചി കഷ്ണങ്ങൾ പോലെ ഓരോ ഉള്ളിലും നമ്മള് പെണ്ണുങ്ങൾ ഇങ്ങനെ വെന്തോണ്ടിരിക്കുക. പക്ഷേ ഈ പുരുഷന്മാരെയൊക്കെ പെറ്റത് നമ്മള് പെണ്ണുങ്ങൾ തന്നെയല്ലേ? വേറാൻ മാത്രമേ നമ്മള് പെണ്ണുങ്ങൾക്ക് അവകാശമുള്ളൂ. പെറ്റു വീഴുന്ന കുട്ടികളുടെ അവകാശം ജാതിക്കും മതത്തിനും
മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെയാ. ഇനിയും വർത്താനം പറഞ്ഞു നിന്നാലേ കല്യാണി അടുപ്പ് പറയൂല. കല്യാണി പോണേ. അമ്മുക്കുട്ടി ഇപ്പൊ ഈ പോരേന്റെ ഉമ്മറത്ത് നിക്കണേ പോലും ഞമ്മക്ക് പേടിയാ. നിങ്ങളെ സൂക്ഷിച്ചോളി. എന്റെ കുട്ടീന്റെ പേര് മുസ്ലിമിന്റെ ആയിപ്പോയെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കൂലെന്ന് പറയാൻ ഹിന്ദുവിന്റെ അടുപ്പില് വേവുന്നത് മുസ്ലിമിന് കഴിക്കാൻ പാടില്ലാന്നോ പറയാനുള്ള ഭ്രാന്ത് ആരുണ്ടാക്കി കൊടുത്തതാവനാ നമ്മളുടെ ആൺകുട്ടികൾക്ക്? അറിഞ്ഞൂടാ, ഞമ്മക്കൊന്നും അറിഞ്ഞൂടാ. ഇപ്പൊ ഓർമ്മകള് മാത്രമേ ഞമ്മക്ക് നല്ലതായിട്ടുള്ളൂ. ഒന്നിച്ച് കഴിച്ചു വളർന്ന നമ്മളെ കുട്ടിയുടെ ഓർമ്മകൾ ഉള്ളത് ഇല്ലാത്തവർക്ക് കൈമാറിയ നല്ല ഓർമ്മകള്. ഈ മലമൂട്ടില് മഞ്ഞും മഴയും വെയിലും കൊള്ളാതെക്കാൻ എല്ലാരും കൂടി കൂരകൾ കെട്ടിമേഞ്ഞ നല്ല ഓർമ്മകള്. നേരാമന പൊടിച്ചിട്ട പൊരേന്റെ ചോട്ടിൽ നമ്മളിങ്ങനെ ആകാശം നോക്കി കിടക്കുകയായിരുന്നു. പിറ്റേന്ന് എല്ലാവരും കൂടി ചേർന്ന് അത് കെട്ടിമേഞ്ഞി അതൊരാഘോഷം. അല്ല, ഇതാരാ രസ്യമുള്ളോ? എന്താ അമ്മമ്മ അങ്ങനെ ഒരു ചോദ്യം? ലസിക്കൊച്ചു ഉണ്ടല്ലോ. മോത്ത് നല്ല സങ്കടമുണ്ടല്ലോ. നജ്മയുടെ അകത്തുണ്ട്. സംഗതി എനിക്ക് മനസ്സിലായി. അമ്മമ്മയുടെ സങ്കടം തീർക്കാനല്ലേ ഞാനിപ്പോ വന്നത്. അമ്മമ്മേ, നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ ഇറച്ചിക്കറിയില്ലേ, അത് കഴിഞ്ഞോ? എനിക്കാണെങ്കില് ആ ഇറച്ചിക്കറി കൂട്ടായിട്ട് ഒരു സമാധാനം ഇല്ല. എടി നജ്മ, കുറച്ച് എനിക്കും താടി. നിങ്ങളത് കഴിക്കില്ലാന്ന് പറഞ്ഞപ്പോ ഞങ്ങളും കഴിക്കണ്ടെന്ന് വെച്ചു. ഇപ്പൊ മോള് വന്നല്ലോ, അമ്മമ്മയ്ക്ക് സന്തോഷായിട്ടു. പക്ഷേ ബഷീർ. അമ്മമ്മേ, അതൊന്നും നിങ്ങൾ കാര്യാക്കണ്ടെന്ന്. ബഷീർ കാക്കെ പേരാന്ത മോ പൊരയല്ലാത്ത തക്കം നോക്കി വന്നതാ ഞമ്മള്. നിങ്ങൾ വേഗം തിരിയുന്നത്. അനക്ക് വിഷമായോടി? ചെറുതായിട്ട്. അല്ലടി, അന്റെ കല്യാണം മുടങ്ങിയെന്ന് കേട്ടല്ലോ. പോട്ടെടി, ഈ ആണുങ്ങളൊക്കെ പെരാന്തും പിടിച്ച് നടക്കട്ടെ. നമുക്ക് നമ്മളായാ മതി. ഒരിക്കല് ഓരൊക്കെ തെറ്റ് തിരിച്ചറിയും. താൻ ഓർക്കുന്നില്ലേടി റുസിയ? പണ്ട് ചിരട്ടയിൽ മണ്ണ് നിറച്ച് നമ്മൾ കഞ്ഞിയും കറിയും വെച്ച് കഴിക്കുമായിരുന്നു. നിന്റെ ബഷീർക്ക അന്നും വിരുദ്ധിയാ. അവൻ വന്ന് എല്ലാം തട്ടിത്തെറിപ്പിക്കുമായിരുന്നു. ഒന്നിനും സമ്മതിക്കത്തില്ല. നമ്മള് ആമിനത്താത്തയുടെ അടുത്ത് പോയി പരാതി പറഞ്ഞാൽ ആമിനത്താത്ത അവനെ വഴക്ക് പറയോ അടിക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. നമ്മളെയൊക്കെ വിളിച്ച് ചുറ്റുവട്ടം വന്ന് ഇരുത്തിയിട്ട് ആമിനത്താത്ത ബഷീറിനോട് പറയും, ബഷീറെ, ഇത് മൂന്നും നിന്റെ പെങ്ങന്മാരാണെന്ന്. പിന്നെ ബഷീർക്ക് ഒരൊറ്റ ഓട്ടം അന്തോണിച്ചായന്റെ നെല്ലിമരത്തിലേക്ക് വലിഞ്ഞു കയറാൻ. പെങ്ങന്മാർക്ക് നെല്ലിക്ക പറിക്കാൻ. ബഷീർക്ക് കൊണ്ടുവരുന്ന നെല്ലിക്ക ഉപ്പ് കൂട്ടി തിന്നാനുള്ളൊരു രസം. ആ നെല്ലിക്കയുടെ ഉപ്പും മധുരവും നുകരുമ്പോ ഒരാങ്ങളയുടെ സ്നേഹവും കരുതലും നമ്മൾ അനുഭവിക്കുന്നു. ഇപ്പൊ എന്താ രസിയ ബഷീർക്ക് എങ്ങനെ? ഓനെന്തിനാ ഞാൻ കൊണ്ടുവന്ന ഇറച്ചിക്കറി വാങ്ങിയതെന്ന് പറഞ്ഞത്? പേരാൻ തന്നെ, വേറെന്ത്? ഇപ്പൊ കുറെ ചെറുപ്പക്കാർ ഇറങ്ങിയിട്ടുണ്ട്, സദാചാര ആങ്ങളമാര്. പെൺകുട്ടികൾ ആൺകുട്ടികളോട് മിണ്ടരുത്, ആൺകുട്ടികളെ പോലെ കുപ്പായിടരുത്, ഒന്നിച്ചിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ്. ഈ ലോകം നമ്മളേതും കൂടി അല്ലേ നജ്മ? എന്നിട്ടും നമ്മള് പെണ്ണുങ്ങള് ഒരുമാതിരി അടിമകളെ പോലെ. റുസിയ, ഇനിയും ഈ ഭൂമിയിൽ ഒരു പെൺകുട്ടിയും ജനിക്കാതിരിക്കട്ടെ എന്നാ ഞാനിപ്പോ കർത്താവിനോട് പ്രാർത്ഥിക്കാറ്. നമ്മൾ ആരെയാ നജ്മ വിശ്വസിക്കാറ്? അച്ഛനെയോ അമ്മാവന്മാരെയോ ചെറിയച്ഛനെയോ? ഓരോ പെണ്ണിന്റെയും കാതിൽ നിറയുന്നത് പേപ്പട്ടിയുടെ മുരളാ. കണ്ണില് ഇരയെ തട്ടി രസിച്ച് അവസാനം കൊന്നെടുക്കുന്ന കാട്ടുപൂച്ചയുടെ രൗദ്രഭാവ.
ഇതാ 3 പേരും കഴിക്കും. ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് തന്നെ കഴിക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് നമുക്കൊന്ന് നോക്കാലോ. റസിയ, റസിയ, ഇന്നിവിടുന്ന് എന്തെങ്കിലും കഴിച്ചോന്നേ? ആ പഹയനറിഞ്ഞാല് പടച്ചോനെ, ഇനി എന്തൊക്കെ ഉണ്ടാവുക? അതിനിപ്പോ ഇത് ഓൻ അറിയാൻ പോകുന്നുണ്ടോ ആമിന? ഒക്കെ ഓന്റെ ചെവിയിലെത്തിക്കോളും. ഒക്കെ ഓന്റെ ചെവിയിലെത്തിക്കോളും. ഉമ്മയല്ലേ പറയാൻ ഈ അമ്മമ്മയുടെ കയ്യിലാണ് പെറ്റിട്ടതെന്ന്. ഈ നജ്മാന്റെ അച്ഛൻ എനിക്ക് ഒരുപാട് ചോറ് വാരി തന്നിട്ടുണ്ടെന്ന്. അക്കാലൊക്കെ കഴിഞ്ഞു പോയില്ലേ? പേടിയാ, നമ്മക്കെല്ലാവരും പേടിയാ. എന്നോട് വേഗം പോകാൻ പറഞ്ഞത്. ആമിന താത്ത, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഇതാരാ അന്നാമയോ? എവിടെ പോയിട്ട് വരിക? കുരിശുപള്ളിയിൽ ഒരു നേർച്ച ഉണ്ടായിരുന്നേ. മെഴുകുതിരി കത്തിച്ചു വെച്ചേച്ച് പ്രാർത്ഥിച്ചോളാന്ന്. അവിടെ ചെന്നപ്പോഴല്ലേ കുരിശടി നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരിലെ ഞങ്ങൾ ആൾക്കാർ തമ്മിൽ തന്നെ തർക്കാണെന്നേ. അങ്ങാടിയിലെ ഹർത്താൽ നടന്നേക്കുവാ. വെട്ടും കുത്തും ഏതാണ്ടൊക്കെ ഉണ്ടെന്നാ കേക്കണത്. ദൈവത്തിന് വേണ്ടെങ്കി വേണ്ട, ഈ അണ്ണാമ്മയ്ക്ക് എന്നതാ ഛേദം? പോപ്പ്, ഞാനിങ്ങ് പോകും. ഇനിയിപ്പോ സ്വർഗരാജ്യത്തുനിന്ന് ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞേച്ചാലും ഈ മനുഷ്യന്മാര് കേക്കത്തില്ലെന്നേ. മനുഷ്യന്മാര് ദൈവത്തിന്റെ കയ്യും കാലം വെട്ടാൻ നോക്കും. എല്ലാത്തിനും വെളിച്ചെത്തിന്നല്ലേ അന്നമ്മേ സർക്കാർ പറയുന്നേ? എന്നിട്ടെന്തേ മനുഷ്യന്മാരെ മനസ്സിൽ മാത്രം വെളിച്ചെത്താത്തെ? വിളക്ക് തെളിയിക്കാതെ ഇരുട്ടിൽ കഴിഞ്ഞേക്കണമെന്ന് കൽപ്പിച്ചേക്കുവല്ലേ ഒരു കൂട്ടര്. അങ്ങനെ എല്ലാ കാലത്തും ഇരുട്ടിൽ കഴിഞ്ഞോളാമെന്ന് നമ്മളാർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ അന്നാമേ. കുഴപ്പത്തിലാക്കുന്ന ചോദ്യമൊന്നും ചോദിച്ചേക്കല്ലേ എന്റെ അമ്മുകുട്ടി. ഞമ്മള് പെണ്ണുങ്ങള് ഓര് പറയുമ്പോ ഘോഷയാത്രയിൽ നടക്കാനും വോട്ട് ചെയ്യാനും മാത്രമേ പറ്റൂ. പോരാ, മതത്തിനും ജാതിക്കും വേണ്ടി പെറ്റിട്ട് കൊടുക്കണം. എന്നിട്ട് 10 മാസം കിടന്ന ഗർഭപാത്രത്തിന് വാടക എത്രയെന്ന് ചോദിക്കുന്ന മക്കളുടെ തിട്ടൂരമനുസരിച്ച് എല്ലാ ദുരിതങ്ങളും പേറി സഹിച്ചു ജീവിക്കണം. നമ്മളെ പറ്റ ആ കുട്ടികളെ വഴി തെറ്റി പോകാണ്ട് നോക്കേണ്ടത് നമ്മളെ കൂടി ഉത്തരവാദിത്തല്ലേ അന്നാമേ? എന്നാ അറിഞ്ഞിട്ട് പറയുക. കാലം മാറിപ്പോയി, പിടിവിട്ടുപോയി. ഇനി ഒന്നും നേരെ ആവത്തില്ലെന്നേ. ആവണം, നേരെയാവണം. പേപ്പട്ടികളെ പോലെ ഭ്രാന്തി പിടിച്ച് ഓടേണ്ടവരല്ല നമ്മളുടെ മക്കൾ. പട്ടികൾ ഉപകാരികളാ. പേപ്പട്ടിയായാൽ പിന്നെ തല്ലിക്കൊല്ലുകയെ നിവൃത്തിയുള്ളൂ. എങ്ങനെയാ എങ്ങനെയാ കൊല്ലേണ്ടേ? ഞമ്മളെ മക്കളല്ലേ ഓര്? ഞമ്മള് അടിവയറ്റിൽ ചടന്ന് നൊന്ത് പെറ്റുപോറ്റിയ മക്കള്. മയിലാടും കുന്നിൽ പീലി വിടർത്തിയാടുന്ന മയിലുമിട പീലികൾ ചോര വീണ് ചോക്കാതിരിക്കണമെങ്കിൽ നമ്മള് പെണ്ണുങ്ങള് ചങ്ങല കൊളുത്തുകൾ ഊരി പുറത്തേക്ക് ഇറങ്ങണം. നേരെ അമ്മുക്കുട്ടിയെ, മക്കളെ പെറ്റിടാനുള്ള ശക്തി ഞമ്മക്കുണ്ടെങ്കിൽ ഈ നാടിനെ നേരെയാക്കാനുള്ള ശക്തിയും ഞമ്മള് പെണ്ണുങ്ങൾക്കുണ്ടാകണം. ഇതാ ദൈവത്തിന് മുന്നിൽ കത്തിക്കാൻ ഞാൻ കൊണ്ടുപോയ മെഴുകുതിരിയാ. ഇത് കത്തിച്ച് നമുക്കങ്ങ് തുടങ്ങാം. അതെ, നമ്മുടെ അടുപ്പിൽ ഇനിയും തീയെരിയണം. അതിൽ വേവുന്നത് എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഭക്ഷണമാവണം. ഓരോ പെണ്ണിന്റെയും മാനാഭിമാനത്തിന്റെ നേരെ ഉയരുന്ന ഓരോ കൈകളും ചുട്ടു ചാമ്പലാക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നമുക്കത് തുടങ്ങാം. അടുക്കളത്തൊഴുത്തിലെ അടക്കമുള്ള മാടുകൾ പടക്കളത്തിലേക്കുണർന്നിതാ. അടുക്കളത്തൊഴുത്തിലെ അടക്കമുള്ള മാടുകൾ പടക്കളത്തിലേക്കുണർന്നിതാ. കരിക്കലങ്ങൾ പോൽ ഇരുണ്ട ജീവിതത്തെ നിത്യവും ശമിച്ച കാലം എത്ര വ്യർത്ഥമാ. കരിക്കലങ്ങൾ പോൽ
നന്ദി.